Welcome to the part 2 of the video series on simple linear regression. ഒരു ന്യൂമറിക്കൽ ഡേറ്റയിലെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പിന്റെ മെഷറാണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ വീഡിയോയിൽ സിമ്പിൾ ലീനിയർ റിഗ്രഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായും 3 കൺസെപ്റ്റ്സ് ആണ്. ബേസിക് കൺസെപ്റ്റ്സ് ഇൻ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ, fitting of regression lines, regression equations and regression coefficients. സിമ്പിൾ റിഗ്രഷനിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് യൂസ് ചെയ്ത് ഒരു വേരിയബിളിന്റെ വാല്യൂവിൽ നിന്നും രണ്ടാമത്തെ വേരിയബിളിന്റെ വാല്യൂ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. അതിനകത്ത് രണ്ട് വേരിയബിൾസ് എക്സും വൈയും ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. And assume that we have to predict the values of y from the known values of x. ഇവിടെ ഈ രണ്ട് വേരിയബിൾസും രണ്ട് പർപ്പസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് y എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂവും ആ പ്രഡിക്ഷന് സഹായിക്കാനായി x എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂവും യൂസ് ചെയ്തിരിക്കുന്നു. സോ y എന്ന വേരിയബിളിനെ റിഗ്രസ്ഡ് വേരിയബിൾ ഓർ എക്സ്പ്ലൈൻഡ് വേരിയബിൾ എന്നും x എന്ന വേരിയബിളിനെ റിഗ്രസർ വേരിയബിൾ ഓർ പ്രെഡിക്റ്റർ വേരിയബിൾ എന്നും വിളിക്കുന്നു. That means the regressor variable x is used for the prediction of values of the regressed variable y. സിമ്പിൾ റിഗ്രഷനിൽ റിഗ്രസർ വേരിയബിളിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും റിഗ്രസ്ഡ് വേരിയബിളിനെ ഡിപെൻഡന്റ് വേരിയബിൾ എന്നും ക്ലാസിഫൈ ചെയ്യാം. അതായത് if there exists a relationship between y and x in the form y is equal to f of x, then the variable y depends on the values of the variable x. That means y is called the dependent variable and x is called the independent variable. So dependent independent classification ആണ് റിഗ്രസർ ക്ലാസിഫിക്കേഷനേക്കാളും എളുപ്പം എന്നതിനാൽ തുടർന്ന് നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും വേരിയബിൾസിനെ ക്ലാസിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് we have to predict the values of the dependent variable from the known values of the independent variable. ഒരു ബൈവേരിയന്റ് ഡേറ്റ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വീഡിയോയിൽ റിഗ്രഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് എടുത്ത ക്രിക്കറ്റ് ഡേറ്റ എടുക്കുക. അവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ടായിരുന്നു. അതിൽ എക്സ് എന്ന വേരിയബിൾ കോഹ്ലിയുടെ സ്കോറും y എന്ന വേരിയബിൾ ടീം ഇന്ത്യയുടെ സ്കോറുമായിരുന്നു. y എന്ന വേരിയബിളിനെ, അതായത് ടീം ഇന്ത്യയുടെ സ്കോറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ മാത്രമാണ് കോഹ്ലിയുടെ സ്കോറായ എക്സ്. ബാക്കി എല്ലാ ഫാക്ടറിൻ്റെയും വാല്യൂ ഇല്ലാത്തതിനാൽ ആ ഫാക്ടേഴ്സിനെ എല്ലാം ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. y എന്ന ഡിപ്പെൻഡന്റ് വേരിയബിളിൽ എക്സ് എന്ന വേരിയബിളിൻ്റെ ഇഫക്റ്റ് നമുക്ക് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് യൂസ് ചെയ്തുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാം. അവിടെ ഒരു കാര്യം ഓർക്കണം, എക്സും വൈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സ്കാറ്റർ ഡയഗ്രം വെച്ച് പ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ എക്സിൻ്റെ ഇഫക്റ്റിനെ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം കൂടി ചേർത്ത് ഫോം ചെയ്ത ഗ്രൂപ്പിൻ്റെ ഇഫക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാനോ അതുപോലെ ആ ഇഫക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. അതിനെ നമ്മൾ എപ്സിലോൺ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ y വാല്യൂവും എഫ് ഓഫ് എക്സിൻ്റെയും എപ്സിലോണിൻ്റെയും സമ്മായിട്ട് വരും. ദാറ്റ് ഈസ് y is equal to f of x plus epsilon. Then epsilon is equal to y minus f of x, which is equal to the difference between original y values and the predicted y values. അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് പ്രഡിക്റ്റ് ചെയ്ത വൈ വാല്യൂ ആണ്. സോ എപ്സിലോൺ ഇസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒറിജിനൽ വൈ വാല്യൂ ആൻഡ് ദ പ്രഡിക്റ്റഡ് വൈ വാല്യൂ. ദാറ്റ് ഈസ് എപ്സിലോൺ ഈസ് ദ എറർ ഇൻ ദ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് വൈ. ദിസ് എറർ ഈസ് കോൾഡ് റെസിജ്വൽ എറർ. കൺസിഡർ എ ബൈവേരിയന്റ് ഡാറ്റ വിത്ത് two variables x and y. Assume that there exists a functional relationship between the variables x and y
which is in the form y is equal to f of x. That is, y is the dependent variable and x is the independent variable. Then each y value in the data, y is equal to f of x plus epsilon, where epsilon is the residual error. f of x എന്ന ഫംഗ്ഷണൽ ഫോമിന് പല മോഡൽസ് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, പ്ലീസ് ലുക്ക് അറ്റ് ദ ഫിഗർ അറ്റാച്ച്ഡ് ഹിയർ. ആ സ്കാറ്റേർഡ് ഡയഗ്രത്തിനകത്ത് എക്സും പൈയും തമ്മിലുള്ള ഒരു ലീനിയർ റിലേഷൻഷിപ്പാണ്. പോയിന്റ്സ് ഓൾമോസ്റ്റ് ലീനിയർ ആയിട്ടാണ് സ്കാറ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ലീനിയർ റിലേഷൻഷിപ്പ് വരത്തക്ക വിധത്തിൽ 3 ഡിഫറെൻറ്റ് ലൈൻസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ മോഡലും മാറുന്നതനുസരിച്ച് എറർ വാല്യൂസ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം എറർ വാല്യൂ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു y മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. ഇങ്ങനെയുള്ള ഓരോ മോഡലിൻ്റെയും ടോട്ടൽ എറർ കണ്ടുപിടിക്കുക. ടോട്ടൽ എറർ മീൻസ് ഈ ക്യാപിറ്റൽ E ഈസ് ഈക്വൽ ടു സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n എപ്സിലോൺ I സ്ക്വയർ. That is the sum of squares of residual errors. So that is equal to sigma I is equal to 1 to n yi minus f of xi whole square. Then ഈ ടോട്ടൽ എറർ ഏറ്റവും കുറഞ്ഞിരിക്കുമ്പോൾ, ആ നമ്മൾ തന്നേക്കുന്ന ഡേറ്റയിലെ ടോട്ടൽ എറർ ഏറ്റവും കുറഞ്ഞിരിക്കുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് കർവ് നമുക്ക് കിട്ടുക. ഇതിനെയാണ് നമ്മൾ പറയുന്നത് the curve of best fit എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ രണ്ട് വേരിയബിൾസ് തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈ കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ വി ഗെറ്റ് ദ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് കറസ്പോണ്ടിങ് ടു ദ ഗിവൺ ഡാറ്റ. ഇതിനു വേണ്ടി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: the straight line which gives the most accurate values for the dependent variable corresponding to the values of the independent variable is called the line of best fit. Now we move to one of the most important section in this video series, fitting of regression lines. We assume a linear relationship between the variables x and y in the given data, and since the relationship is linear, we can assume a functional relationship y is equal to a plus bx between the variables x and y. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന ഡേറ്റയിലെ ഓരോ y വാല്യൂസും ഈ എക്സ്പെക്റ്റഡ് വാല്യൂവും റെസിഡ്യൂൽ എററിൻ്റെയും സമാണ്. ദാറ്റ് ഈസ് yi is equal to a plus bxi plus epsilon I. The unknown constants a and b are called the parameters of the equation. Fitting of regression line എന്ന് പറയുന്നത് ഈ അൺനോൺ കോൺസ്റ്റന്റിനെ എടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് വാല്യൂ സജസ്റ്റ് ചെയ്യുക എന്ന പ്രോസസ്സാണ്. എയ്ക്കും ബിക്കും ബെസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും എറർ കുറഞ്ഞ ലീനിയർ മോഡൽ വിച്ച് ഈസ് ഓഫ് ദ ഫോം y is equal to a plus bx നമുക്ക് കിട്ടും. അതിനായി പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്യാം. സോ വി കൺസിഡർ ദ ടോട്ടൽ എറർ ക്യാപിറ്റൽ E is equal to സിഗ്മ I is equal to 1 to n yi minus a plus bxi square, which is to be minimized in order to find the best values of a and b. Using the methods in calculus, a and b are estimated by solving the equations dou e by dou a equal to 0 and dou e by dou b equal to 0. അതായത് E എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് 0 ഇക്വേറ്റ് ചെയ്യാം. Then dou e by dou a equal to 0 implies sigma yi is equal to n a plus b into sigma xi, and dou e by dou b equal to 0 implies sigma xi yi is equal to a into sigma x plus
b into sigma x square. These two equations are called the normal equations of the fitting process. Now, we solved these two equations to generate the best values of a and b. And we get b is equal to 1 by n sigma xi yi minus x bar y bar divided by 1 by n sigma xi square minus x bar square, and a is equal to y bar minus bx bar. Then the expected linear relationship between x and y is equal to y bar minus bx bar plus px. That is, y minus y bar is equal to b into x minus x bar. This is known as the regression equation of y on x. The constant b, which is equal to 1 by n sigma xi yi minus x bar y bar whole divided by 1 by n sigma xi square minus x bar square, is called the regression coefficient of y on x, and it is denoted by byx. അടുത്തതായി എക്സും വൈയും തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് എക്സ് is equal to function of y ഫോമിലാണ് അസ്യൂം ചെയ്യുക. If that relationship is linear, then corresponding to each y value we have xi is equal to c plus dyi plus epsilon I. C യും D യും ആണ് ഈ ഇക്വേഷന്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്നത്. സിക്കും ഡിക്കും എടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്യാം. So we minimize the total error capital E to find the best values of C and D, and we generate the normal equations, and by solving these normal equations we get D is equal to 1 by n sigma xi yi minus x bar y bar divided by 1 by n sigma yi square minus y bar square, and C is equal to x bar minus dy bar. Then the expected linear relationship is x minus x bar is equal to d into y minus y bar. This is known as the regression equation of x on y. The constant d, that is equal to 1 by n sigma xi yi minus x bar y bar divided by 1 by n sigma yi square minus y bar square, is called the regression coefficient of x on y. Usually it is denoted by bxy. Assume that we have a bivariate data, say ordered pair xy, and we assume a linear relationship between the variables x and y. Then we have two different regression lines, that is the regression line of x on y and the regression line of y on x. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ ഈ രണ്ട് ലൈൻസിന്റെയും ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു. അത് നമുക്ക് കിട്ടിയത് ഇങ്ങനെയായിരുന്നു: x minus x bar is equal to bxy into y minus y bar is the regression line of x on y, and y minus y bar is equal to byx into x minus x bar is the regression line of y on x. എന്തിനാണ് ഇങ്ങനെ രണ്ട് ഡിഫറെന്റ് റിഗ്രഷൻ ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ആ സ്ട്രൈറ്റ് ലൈൻ നോക്കിയാൽ അവിടെ എക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേരിയബിൾ വൈ എന്ന് നമുക്ക് മനസ്സിലാകും. അതായത് വി predict the values of x with the known values of y. In other words, the variable x depends on the variable y. അതായത് x is the dependent variable and y is the independent variable. അതേസമയം സെക്കൻഡ് ഇക്വേഷനിൽ y depends on the variable x ആണ്. So y is the dependent variable and x is the independent variable. Principle of least squares നമ്മൾ
ഈ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തപ്പോൾ ഏത് വേരിയബിൾ ആണോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് വരുന്നത് ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന എറർ നമ്മൾ മിനിമൈസ് ചെയ്തു. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂവും ആക്ച്വൽ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മിനിമൈസ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തത്. സോ ദ regression line of x on y is obtained by minimizing the error in the variable x, and the regression line of y on x is obtained by the minimizing the error in the variable y. രണ്ട് റിഗ്രഷൻ ഇക്വേഷനിലും എറർ കാൽക്കുലേഷനിൽ വ്യത്യാസമുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ബൈവേരിയ ഡാറ്റ കൺസിഡർ ചെയ്യുക. ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസും ഒരു പർട്ടിക്കുലർ ബൈവേരിയറ്റ് ഡാറ്റയുടെ സ്കാറ്റർ ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ്. സ്കാറ്റർ ഡയഗ്രത്തിലെ പോയിന്റ്സ് യെല്ലോ കളർ ഡോട്ട്സ് ആയും റിഗ്രഷൻ ലൈൻ ഓഫ് y ഓൺ എക്സ് റെഡ് ലൈനായും x ഓൺ y ഗ്രീൻ കളർ ലൈനായും പ്ലോട്ട് ചെയ്തിരിക്കുന്നു. ഒരു പർട്ടിക്കുലർ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയി y വേരിയബിളിലെ എറർ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. Take the x value 56 from the x-axis. The y coordinate of the yellow dot is the original y value of x value 56 and it is 140. അടുത്തതായി 56ന്റെ expected y value ഏതാണെന്ന് കണ്ടുപിടിക്കാം. അതിനായി റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x, അതായത് റെഡ് ലൈനിൽ എക്സ് കോർഡിനേറ്റ് 56 ആയിട്ട് വരുന്ന പോയിന്റിന്റെ y കോർഡിനേറ്റ് ചെക്ക് ചെയ്യുക. അത് 156 ആണ്. സോ ദ റെസിജ്വൽ എറർ കറസ്പോണ്ടിങ് ടു x is equal to 56 is the vertical distance between 140 and 156. അതിനെ നമ്മൾ റെഡ് ആരോ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ഇതുപോലെ y is equal to 110 എന്ന വാല്യൂവിന്റെ റെസിജ്വൽ എറർ നോക്കാം. ഇവിടെ 110 എന്ന y വാല്യൂവിന്റെ ഒറിജിനൽ x വാല്യൂ യെല്ലോ പോയിന്റിന്റെ x കോർഡിനേറ്റ് ആയ 36 ആണ്. 110ന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ഗ്രീൻ ലൈൻ, അതായത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x ഓൺ y യിലെ y ഈക്വൽ ടു 110ന്റെ x കോർഡിനേറ്റ് ആയ 41 ആണ്. സോ the residual error corresponding to y is equal to 110 is the horizontal difference between 36 and 41. അതിനെ ഗ്രീൻ ആരോ വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. So in a simple linear regression, the regression equation of x on y is x minus x bar is equal to bxy into y minus y bar, and the regression equation of y on x is y minus y bar is equal to byx into x minus x bar, where bxy is equal to 1 by n sigma xi yi minus h bar y bar divided by 1 by n sigma yi square minus y bar square, and byh is equal to 1 by n sigma xi yi minus h bar y bar divided by 1 by n sigma xi square minus h bar square. We know that covariance of xy is equal to 1 by n sigma xi yi minus h bar y bar. Variance of h is equal to 1 by n sigma xi square minus h bar square, and variance of y is equal to 1 by n sigma yi square minus y bar square. Then using these three equations we get bxy is equal to covariance of xy divided by variance of y, and byx is equal to covariance of xy divided by variance of x. We know that the Pearson correlation coefficient R is equal to covariance of xy divided by variance of x into variance of y, and from that equation we get covariance of xy is equal to R into root of variance of x into variance of y. Substitute this value in equation number 1 and 2. We get byx is equal to R into root of variance of y divided by root of
variance of x, which is equal to r into standard deviation of y divided by standard deviation of x. Similarly, we get bxy is equal to r into standard deviation of x divided by standard deviation of y, or r into root of variance of x divided by variance of y. Also, by multiplying equation number 1 and equation number 2, we get r square is equal to bxy into byx. ഇതാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റും റിഗ്രഷൻ കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഒരു കാര്യം നോട്ട് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 1, 2, 3 ഈ മൂന്നും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്റർ ടേം എല്ലാം നോൺ നെഗറ്റീവ് ടേംസ് ആണ്. കാരണം വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. സോ ദ സൈൻ ഓഫ് ദീസ് ത്രീ കോഎഫിഷ്യൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈൻ ഓഫ് ദ കോവേരിയൻസ് ഓഫ് എക്സ് വൈ. That is, if covariance of xy is less than 0, then both the correlation coefficient and regression coefficients are negative. If covariance of xy is greater than 0, then all these three coefficients are positive. നമുക്ക് ഇന്ന് പ്രധാനമായും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ആദ്യം നമ്മൾ കണ്ടത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് വേരിയബിൾസിനെ ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുക. ആൻഡ് വി പ്രെഡിക്റ്റ് ദ വാല്യൂസ് ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഫ്രം ദ നോൺ വാല്യൂസ് ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്തത് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ആണ്. എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലീനിയർ ആണെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും റിലേഷൻഷിപ്പിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു മോഡലാണ്, ലീനിയർ മോഡലാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. അത് കണ്ടുപിടിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് വഴിയാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് റെസിഡ്യൂവൽ എറർ ആയിരുന്നു. റെസിഡ്യൂവൽ എറർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒറിജിനൽ വാല്യൂ ആൻഡ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ. ദെൻ അടുത്ത പീരീഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫിറ്റിംഗ് ഓഫ് റിഗ്രഷൻ ലൈൻസ്. അതിനുശേഷം നമ്മൾ കണ്ടത് വാട്ട് ഈസ് ദ നീഡ് ഫോർ ദ ടു റിഗ്രഷൻ ലൈൻസ് ഇൻ എ ബൈവേരിയറ്റ് ഡാറ്റ. അവസാനമായി നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻസും കോറിലേഷൻ കോഎഫിഷ്യൻറ്റും കമ്പയർ ചെയ്തു. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ പ്രോബ്ലംസ് ആണ്.